Magic morning. Magic morning. Magic morning. Magic morning. എവിടെ എല്ലാരും? Magic morning. Magic morning. Magic morning. റോബിക്കില്ലേ? Magic morning. Nandwati, what did you do? റോബിക്കാനി മുഫീദാനി ആരും കാണാനില്ലല്ലോ. Hello, sir. Good morning. ഗുഡ് Sir, മോർണിംഗ്. ഒന്ന് വെൽക്കം കൊടുക്കാവോ? എങ്ങനെ? ഒന്ന് വെൽക്കം കൊടുക്കാവോ മാമിന്? കൊടുക്കാലോ. Okay, thank you. മാജിക് മോർണിംഗ് എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ആക്കി വരണേ. ക്ലാസ് ഒക്കെ തുടങ്ങാൻ പോവല്ലേ അല്ലേ? ഇത് നമുക്ക് സെക്ഷൻ എടുക്കുന്നത് വിഷ്ണു മാം ആണ്. വിഷ്ണു മാം റെഡി അല്ല? യെസ്, റെഡിയാണ്. യെസ്, സ്റ്റാർട്ട് ആക്കിക്കോളൂ. സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, തുടങ്ങിക്കോളൂ. Good morning, ma'am. യെസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഒന്ന് വ്യൂവിൽ വരാമോ? അതന്നെ, ക്യാമറ ഓൺ ആക്കി വരാനാണ് പറഞ്ഞത്. യെസ്. നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് വേറെ ഒരു ഫീൽ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കുറച്ച് തിയറി പാർട്ടല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞാൽ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ഫേസ് കാണാൻ പറ്റും. നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടല്ലേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് വീഡിയോയിൽ വരാൻ പറയുന്നത്. പറ്റാവുന്നത്ര ആളുകളെല്ലാം എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ്സിനുള്ളിൽ, ഒരുപക്ഷെ നിങ്ങൾ വീഡിയോയിൽ വരാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ആ ഒരു ഡ്രസ്സിങ്ങിലൊക്കെ ആയിരിക്കുമല്ലോ, വീട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് തയ്യാറായിട്ട് മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഒന്ന് വീഡിയോയിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ടോപ്പിക്? അറിയോ? Goodbye to stress. യെസ്, ഗുഡ് ബൈ ടു സ്ട്രെസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുക. അപ്പോൾ അതുമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ഉസ്ന ഷാ എന്നാണ്. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്, ഇമോഷണൽ ഫ്രീഡം കോച്ചാണ്. ആദ്യമായിട്ട് തന്നെ ഇവിടെ ഇപ്പം എത്ര ആളാണുള്ളത്? 17 ആളുകളാണ് ഉള്ളത് അല്ലേ? എല്ലാവരോടും ഞാൻ എൻ്റെ കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. കാരണം ലൈഫ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫല്ല, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, 100% നിങ്ങൾ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ പറയുന്നു, ഈ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും 1-2 ദിവസം അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതല്ല. ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ ലൈഫിനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് മെഡിറ്റേഷന് അറ്റൻഡ് ചെയ്തില്ലേ, മെഡിറ്റേഷനൊക്കെ എന്ത് രസകരമായിട്ടാണ് പോയത്. വളരെ കൂളായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാവാൻ പറ്റുന്നതാണ്. സോ എല്ലാവരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗുഡ് ബൈ ടു സ്ട്രെസ്. എന്തുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. കോൺഫിഡൻസ് ഇല്ല, എന്താ പറയുക, ധൈര്യമില്ല, ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളായിരുന്നു. ഒരാളോടും സംസാരിക്കാനുള്ള ധൈര്യമില്ല. ഒരു 2-3 ആളുകൾ കൂടുന്ന സമയത്ത് തന്നെ അവരുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. 1 to 1 ഓക്കെ, അല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ലൈഫിൽ അപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വന്ന മാറ്റം അത് മറ്റുള്ളവരിലും എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഇതെൻ്റെ ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുത്തുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരും മാക്സിമം ആളുകൾ ഇതിനകത്ത് വീഡിയോയിൽ വരണം. നിങ്ങൾ കുറച്ച് സമയം, വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ നമുക്ക്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിലായിട്ട് നിങ്ങൾ ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്ന ഇതാണ്, ലാസ്റ്റ് വരെ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നിങ്ങളുടെ സ്ട്രെസ്സ് നിങ്ങൾ റിലീസ് ചെയ്തിരിക്കും. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ എല്ലാവരും വീഡിയോ മോഡിൽ വരിക. ഞാൻ പറയുന്നു, ഇതിൻ്റെ 100% റിസൾട്ട് കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നവർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. എന്താണ് സ്ട്രെസ്? സ്ട്രെസ് ഉണ്ടോ നിങ്ങൾക്ക്? അതായത് ഇപ്പോൾ ഒരു ലാസ്റ്റ് 24 hours നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടുണ്ടോ? ഒന്ന് പറയാം, ഒന്ന് ചാറ്റിൽ അറിയിച്ചാൽ മതി. നമുക്ക് വോയിസ് ബ്രേക്ക് ആവുന്ന കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ. സ്ട്രെസ് ഇല്ല? സ്ട്രെസ് ഉണ്ട്. ഉണ്ട് ഉണ്ട് സ്ട്രെസ് ഉണ്ട് ഉണ്ട്. ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ഒന്ന് പിന്നെ ഓക്കെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഇല്ല, മെഡിറ്റേഷൻ കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ ഇല്ല അല്ലേ. ഉം? ഉം. എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്ട്രെസ്? ചാറ്റിൽ അറിയിച്ചാൽ മതിയായിരിക്കും കേട്ടോ. വോയിസ് കുറച്ചും കൂടെ നല്ലത്, ഇതിങ്ങനെ വരാതിരിക്കുന്നതല്ലേ. കുറച്ചും കൂടെ ചാറ്റിൽ അറിയിച്ചാൽ മതിയായിരിക്കും. ഓക്കെ ഓക്കെ. ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് പല കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പം സ്ട്രെസ് ഉണ്ട് എന്ന് പറയാൻ മടിക്കൊന്നും വേണ്ട. കാരണം എന്താണെന്നറിയോ, നമ്മുടെ സ്റ്റഡീസ്, നിങ്ങൾ ഗൂഗിൾ ആയിക്കോട്ടെ, നിങ്ങൾ ചാറ്റ് ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും 80% മുകളിലുള്ള ആളുകൾ ഇന്ന് സ്ട്രെസ്ഡ് ആണ്. പല കാരണം കൊണ്ട്, ലൈഫിലെ ഫാമിലി ഇഷ്യൂസ്, നമ്മുടെ എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, യെസ്, ഫിനാൻഷ്യലി, ജോലി, വീട്ടിലൊക്കെ, ഇത്തരം കാരണങ്ങൾ കൊണ്ടെല്ലാം എന്താണ് ആളുകൾ ഇന്ന് സ്ട്രെസ്ഡാണ്. മുതൽ സ്ട്രെസ് ഉണ്ടെന്ന് പറയാൻ എന്ത് ചെയ്യില്ല, മടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, സ്ട്രെസ് എന്ന് ഇനി ഈ ഒരു കാര്യം കൂടെ പറയാം, സ്ട്രെസ് എന്ന് പറയുന്നത് അത്ര മോശം സംഭവമൊന്നുമല്ല. ഇനി അതും പറയാം. അതായത് സ്ട്രെസ് നമുക്ക് ചില സമയത്ത് ആവശ്യമാണെന്നുള്ളതാണ് അല്ലേ. അപ്പൊ എന്താണ് സ്ട്രെസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. യഥാർത്ഥത്തിൽ എന്താണ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റെസ്പോൺസ് ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റെസ്പോൺസ് ആണ്. അത് നമ്മൾക്ക് സമ്മർദ്ദം വരുന്ന സമയത്ത് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു റെസ്പോൺസ് ആണ് എന്ത്, സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. എന്താണ് പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ്? അതായത് നമുക്കിപ്പം ഒരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ചെറിയ സ്ട്രെസ് ഒക്കെ ആവാം. അപ്പം അങ്ങനെയുള്ള സമയത്താണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ. എക്സാമിന് വേണ്ടി കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ വളരെ കൂളായിട്ടേ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വേണ്ടത്ര പ്രാക്ടീസ് ചെയ്യോ? ഇല്ല. അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. പക്ഷേ ഇത് നെഗറ്റീവായി മാറുന്നത് എപ്പോഴാണ്? ഇത് നെഗറ്റീവായിട്ട് മാറുന്നത്? ഇത് നെഗറ്റീവായിട്ട് മാറുന്നത് ആ ഒരു സ്ട്രെസ് കാരണം നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ടിരിക്കുക അല്ലേ. ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. അപ്പൊ എക്സാമിന് കുറച്ച് സ്ട്രെസ് നല്ലതാണ്. കാരണം അത്രയും നമ്മൾ എന്ത് ചെയ്യും, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആ ഒരു രീതിക്ക് ഇത് പോസിറ്റീവ് ആണെങ്കിലും ആ ഒരു സ്ട്രെസ് കാരണം നമുക്ക് എക്സാം തന്നെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്ട്രെസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ് അല്ലേ, നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. ഒരിക്കലും നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ലൈഫിൽ നിന്ന് 100% നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ആ സ്ട്രെസ്സിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പോസിറ്റീവ് സ്ട്രെസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൂടുതൽ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുന്നു. സോ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ ഒരുപാട് ഗ്രോത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, അതായത് ഇപ്പം പല ആളുകളും പറയാറുണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു മിത്താണ് അല്ലേ. സ്ട്രെസ് വീക്കായിട്ടുള്ള ആളുകൾക്കൊന്നല്ല. ഒരുപാട് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള, ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം സ്ട്രെസ് ഉണ്ട്. പക്ഷെ അവരെല്ലാം അതെന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. പിന്നെ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തൊന്നും ചെയ്യേണ്ടതില്ല, അത് ഓട്ടോമാറ്റിക് തന്നെ നമ്മളിൽ നിന്ന് പൊയ്ക്കോളും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് അങ്ങനെയല്ല. ശരിക്കും നമ്മളതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാവുക, നമുക്ക്
അതിലൂടെ നമുക്ക് വളരാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ എന്ത് ചെയ്യും, തകർത്തിട്ടേ പോവുള്ളൂ. ഓക്കെ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അങ്ങനെ ഹെൽത്തിനെ ബാധിക്കുന്നത് എങ്ങനെയാണ്? അത് നമുക്കറിയാം. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന, അതായത് ആ ഒരു പ്രഷർ, ആ ഒരു സമ്മർദ്ദം നമ്മൾക്കുണ്ടാവുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആണ് എന്ത്, ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ആണ് ശരിക്കും നമുക്ക് ഈ സ്ട്രെസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്കറിയോ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ഒന്ന് ചാറ്റിൽ അറിയിക്കാമോ? ഇല്ല മാഡം. ഓക്കെ. അപ്പോൾ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു സാഹചര്യം വരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു സിംഹം വരുന്നു അല്ലേ? നമ്മളിപ്പോൾ കാട്ടിൽ വസിക്കാൻ നോട്ടിക്കോളൂ, ഒരു സിംഹം നമ്മളുടെ അടുത്തേക്ക് അലറിക്കൊണ്ട് വരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും അലേർട്ടാവും, നമ്മൾ സ്ട്രെസ്ഡ് ആവും. എന്തിനാണ് ഈ സ്ട്രെസ് വരുന്നത്? ഒന്നുകിൽ നമുക്ക് അവിടെ നിന്ന് ഓടണം, ആ സിംഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനേറ്റ് ഫൈറ്റ് ചെയ്യണം. മനസ്സിലായോ? ഒന്നുകിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ അതിനേറ്റ് ഫൈറ്റ് ചെയ്യണം. ഇത് രണ്ടാലൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം നമ്മളെ സജ്ജമാക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്ന അവസ്ഥയിലൂടെ നമ്മളെ സജ്ജമാക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രെസ് എന്ന് പറയുന്ന പാട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്നുകിൽ നമുക്ക് അവിടെ നിന്ന് ഓടണം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടണം. ഈ രണ്ട് ഓപ്ഷനാണുള്ളത്. ഇത് രണ്ടാണെങ്കിലും ഓക്കെയാണ്. പക്ഷേ പല സമയത്തും നമുക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫ്രീസായി പോവും അല്ലേ? ഈ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ ഫ്രീസായി പോയ കാരണം കൊണ്ട് നമുക്കതിനെ ഫൈറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടാനും പറ്റുന്നില്ല, നമുക്ക് അവിടെ ഫൈറ്റ് ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് ഓടിപ്പോവാനും പറ്റുന്നില്ല. അത്തരം ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഈ ഫ്രീസായി പോകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത്, നമുക്ക് നെഗറ്റീവായിട്ട് മാറുന്നത്. ഇപ്പം നേരത്തെ നമ്മുടെ പാസ്റ്റിൽ നമ്മുടെ പൂർവികരൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് അവർ ഗുഹകളിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഈ ഒരു സിംഹം വരുന്ന സമയത്ത് അങ്ങനെ അവർ അലേർട്ട് ആവണമായിരുന്നു. ആ ഒരു സ്ട്രെസ്സ്, ആ ഒരു എനർജി, അതൊരു എനർജിയാണല്ലോ, ആ ഒരു എനർജി ഉപയോഗിച്ച് അവർ ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വീഴ്ത്തും, ഇങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത്തരം ഒരു സാഹചര്യം ഉണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓടിപ്പോവണ്ട, അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഇഷ്യൂ, നമ്മുടെ ഭാര്യമാരായിട്ടുള്ള ഇഷ്യൂ, നമ്മുടെ ഫാമിലി പ്രോബ്ലംസ്, നമ്മളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂ, ഇതൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് സ്ട്രെസ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്, അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്ന് പറയുന്ന നെഗറ്റീവ് ഹോർമോണുകളുണ്ട്. ആ ഹോർമോണ് ആ ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു സമയത്ത് റിലീസായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ നിലവിലുള്ള ഈ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരിക്കലും അത്തരം ഒരു കേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഹോർമോണുകൾ ശരിക്കും എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? അതായത് പല സമയത്തും നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നുണ്ടല്ലോ, നമ്മുടെ ലൈഫിലുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. ഈ സ്ട്രെസ്ഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് ആ വരുന്ന ചിന്തകളുടെ ഭാഗമായിട്ട് നമ്മളുടെ ബ്രെയിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ബോഡിക്ക് ആ മാറ്റം വന്നിട്ടുള്ളത്. മനസ്സിലൂടെ ഒരു ചിന്ത പോകുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടുള്ളതായിക്കോട്ടെ നെഗറ്റീവ് ആയിട്ടുള്ളതായിക്കോട്ടെ, ആ ഒരു ചിന്തക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഹോർമോണുകൾ നമ്മളുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നമ്മളുടെ ശ്വസന രീതി, നമ്മളുടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രതികരണ രീതി എല്ലാം മാറുന്നത്. സോ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബോഡിയിൽ വരുന്ന ഈ ഒരു നെഗറ്റീവ് ഹോർമോണുകൾ എവിടെയാണ് ശരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഇത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അതായത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നേരത്തെ പോലെ ഫൈറ്റ് ചെയ്യോ ഫ്ലൈറ്റ് ചെയ്യോ വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത്തരം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ, അത്തരം ഒരു തോട്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഹോർമോണ് എവിടെയാണ് നമ്മുടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെയാണ്. അപ്പൊ ഈ ബോഡിയിൽ ഈ സ്ട്രെസ്സിന്റെ ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ വീണ്ടും 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 ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മളുടെ ഓരോ അവയവങ്ങളായിട്ട് എന്ത് ചെയ്യും,
അതിനെ ബാധിക്കാൻ തുടങ്ങും. ശരിയല്ലേ? അതിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ചിന്തകൾ മനസ്സിൽ വരുന്നു, നമ്മൾ സ്ട്രെസ്ഫുൾ ആകുന്നു എന്തുകൊണ്ടാണ്? ആ ചിന്തക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ അതിനിപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ഗുഡ് തോട്ട്സ് ആണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള തോട്ട്സ് ആണ് നിങ്ങളിലൂടെ കടന്നു പോകുന്നതെങ്കിൽ നല്ല ഹോർമോണുകളും നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ നോർമലി എന്താണ് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് അതിനകത്ത് കൺട്രോൾ ഇല്ലെങ്കിൽ, നമ്മൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അവെയർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് തോട്ട്സ് നമ്മളെ വേട്ടയാടാനും തുടങ്ങും. നമ്മൾക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഹോർമോണുകൾ ഉണ്ടാവാനും തുടങ്ങും. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് എന്ത് ചെയ്യും, നമ്മുടെ ഓരോ അവയവങ്ങളും നഷ്ടപ്പെടാൻ തുടങ്ങും. ഇതാണ് ശരിക്കും ആദ്യമൊക്കെ പറയുന്ന ഒരു 85% ഡിസീസ് എന്ന് പറയുന്നത് സൈക്കോസൊമാറ്റിക് ഡിസീസ് ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് മനോജന്യ രോഗങ്ങളാണ്, അല്ലെ, മനസ്സെന്നാണ് ആ രോഗം. അതായത് ഒരു MRI സ്കാനിങ് എടുത്തു കഴിഞ്ഞാലും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ആൾക്ക് രോഗമായിരിക്കും. കാരണം എന്താണ്? ഇത് എവിടെ പോയി കഴിഞ്ഞാലും ഇത് ചെക്ക് ചെയ്താൽ കാണൂല, ഇത് മനസ്സിലുണ്ടായ രോഗമാണ്. ഇതിന് മനസ്സിന് ചികിത്സ കൊടുത്തെങ്കിൽ മാത്രമേ ഈ രോഗം മാറുള്ളൂ. അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഡോക്ടറെ അടുത്ത് പോകുന്നു, ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നു, ഒരുപാട് മരുന്ന് കൊടുത്ത് മെച്ചം വന്നില്ലെങ്കിൽ ഡോക്ടർ പറയുന്നു നിങ്ങളുടെ രോഗം ടെൻഷനാന്ന് പറയുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും എന്താണ്, എൻ്റെ വിഷയം ഡോക്ടർക്കെങ്കിലും മനസ്സിലായി, അല്ലെ, ടെൻഷനാന്ന് പറയുന്നു, അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ടെൻഷനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം നിങ്ങളുടെ മനസ്സിനാണെന്നും മനസ്സിനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങനെ ട്രീറ്റ് ചെയ്താലാണ് എന്ത് ചെയ്യുക, നമുക്ക് പിന്നെ ഈ പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. എനിക്ക് ഇവിടെ ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതായത് അവർ ആക്റ്റീവാണ് അവര്. അതായത് നമ്മളുടെ ഈ സ്ട്രെസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ ബോഡിയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റം സംഭവിക്കും. ഹലോ അജിഷ, Yes, ma'am. ആ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യാമോ? Okay, sure. കാണുന്നുണ്ടോ? കാണാം. യെസ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അവസ്ഥയായിരുന്നു അത് കേട്ടോ. എൻ്റെ ശരീരത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു, അതായത് അന്ന് വളരെ ചെറിയ പ്രായമാണ് അത്. ക്ലിയർ ചെയ്തോളൂ, ഓഫ് ചെയ്തോളൂ, എനിക്കെന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആളുകളെ കാണാം, അതാണ്. അതായത് ആ ഫോട്ടോയിൽ ശ്രദ്ധിച്ചോ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇതായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുക, ലൈഫിൽ ഒരു പ്രതീക്ഷയില്ല, കോൺഫിഡൻസ് ഇല്ല, ധൈര്യമില്ല, എന്താ പറയുക, എന്തിനാണ് ഇങ്ങനൊരു ലൈഫ് എന്നൊക്കെ നമുക്ക് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു ലൈഫ് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു ലൈഫിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടല്ല ജീവിതം എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇപ്പോൾ ശേഷം മോളായി കഴിയുമ്പോൾ, അതായത് ഉള്ളതൊരു പെൺകുട്ടി, അന്നത്തെ ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്, ഉള്ളതൊരു പെൺകുട്ടിയാണ്, അവള് വലുതാവും, അല്ലെങ്കിൽ അവിടെ കല്യാണം കഴിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള വെറുതെയുള്ള ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ പറ്റുന്നിടത്തോളം മാക്സിമം സ്ട്രെസ്സ് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഏറ്റവും ഒരു പ്രതീക്ഷയില്ല, നമുക്ക് ആഗ്രഹിച്ച പോലത്തെ വീടില്ല, വാഹനമില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രതീക്ഷിക്കാൻ ഒരു വകയില്ലാത്ത ലൈഫ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മനസ്സിനെ ബാധിച്ചു, അത് നമ്മുടെ ബോഡിയെയും ബാധിച്ചു. ശരിക്കും എന്താ പറയുന്നത്, ഒരുപാട് അന്നത്ര 18-19 വയസ്സാണ്, പക്ഷേ കാണുമ്പോൾ ഒരു 50 വയസ്സിൻ്റെ ലുക്കായിരുന്നു തോന്നിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്ത് എങ്ങനെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു, അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തു. ഇന്ന് പല ആളുകളും ചോദിക്കുന്നത്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വരെ പല ആളുകളും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മോളുടെ നിക്കാഹ് ഇപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു, 20 വയസ്സായിട്ടുള്ളൊരു മോളുണ്ട്.
എത്ര വയസ്സായിട്ടുള്ളൊരു മോളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഒരു വലിയ ട്രാൻസ്ഫോർമേഷന് നമുക്ക് നമ്മുടെ ലൈഫിൽ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വരും. ഇത് ഹെൽത്തിൽ മാത്രമല്ല, വെൽത്തിലും നമ്മളുടെ എന്താ പറയുക, കംപ്ലീറ്റ് നമ്മുടെ ഓരോ ഏരിയ ഓഫ് ലൈഫും, ഫാമിലി, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ട്രെസ്സിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, അതായത് ഇതിനകത്ത് നിങ്ങളിപ്പോൾ, നമുക്ക് 6:10 എനിക്ക് തോന്നുന്നു, ഒരു 10 മിനിറ്റ് സമയം കൂടെ എനിക്ക് ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് സ്ട്രെസ് ആയിക്കോട്ടെ, നിങ്ങൾ റെഡിയാണോ? സ്ട്രെസ് റിലീസ് ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾ ക്ലാസ്സുകൾ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പി ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? Yes, ma'am. യെസ് യെസ്. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോയിൽ വരിക. കാരണം എനിക്ക് നിങ്ങളെ കാണാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസിലെ എക്സ്പ്രഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അല്ലാത്തൊരു സാഹചര്യത്തിൽ, അതായത് നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങൾ എത്രത്തോളം പ്രശ്നത്തിലാണ് എന്നൊന്നും നമുക്കറിയില്ല. സോ എല്ലാവരും കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങളെ കാണില്ല, ഞാൻ മാത്രമേ നിങ്ങളെ കാണുള്ളൂ. ഓക്കെ, എല്ലാവരും ക്യാമറയിൽ വരിക, വീഡിയോയിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യാം? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ, നിങ്ങളുടെ ഇൻറ്റൻഷൻ, അതായത് നിയത്ത് എന്ന് പറയുമല്ലോ, അതായത് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇതാണ്: ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിന് റിലീസാക്കണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. അപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അതങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. കാലുകൾ രണ്ടും നിലത്ത് പതിച്ച് വെക്കുക. ആരും കാണുന്നുണ്ടോ എന്നൊന്നും നോക്കണം, നിങ്ങളുടെ അകത്തേക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാരണം നമുക്ക് പുറത്തൊക്കെ ഭയങ്കര ഷോ ആയിരിക്കും ലൈഫല്ലേ, നമ്മൾ അതാണ്, നമുക്ക് അതുണ്ട്, വീടുണ്ട്, ബംഗ്ലാവുണ്ട്, കാറുണ്ട്, അങ്ങനെയാണ് അങ്ങനെ. പക്ഷേ നമ്മുടെ അകത്തുള്ള വേദന നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഞാൻ പറയുന്നത്, ഈ ഒരു കുറഞ്ഞ സമയം നിങ്ങളുടെ ലൈഫിൽ അതൊരു വലിയ മുതൽക്കൂട്ടായിട്ട് നിങ്ങൾക്ക് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും വീഡിയോയിൽ വരാൻ പറയുന്നത്. കുറേ ആളുകൾ വീഡിയോയിൽ വന്നു, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, കാലുകൾ രണ്ടും നിലത്ത് പതിപ്പിച്ച്, കൈകൾ ഇങ്ങനെ മടിയിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ വെച്ചോളൂ. ഇങ്ങനെ മലർത്തിയിട്ട് തൊടയിൽ വെച്ചിട്ട് കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ ഓപ്പൺ ചെയ്യേണ്ടതില്ല. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. ശ്വാസം മൂക്കിൽ നിവർന്നിരിക്കണേ. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. ജെസ്സി, കണ്ണടച്ചോളൂ. ആരും കണ്ണ് തുറക്കേണ്ടതില്ല കേട്ടോ. അവനവരുടെ ഉള്ളിലേക്ക് മാത്രം നോക്കിയാൽ മതിയേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മളിലേക്കാണെന്നോ, ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾ നിങ്ങളിലേക്കൊന്നും നോക്കുക, മറ്റുള്ളവരിലേക്ക് നോക്കാതെ നമ്മളിലേക്ക് നോക്കുക. സുദീർഘമായിട്ടുള്ള ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുക. വായിലൂടെ പുറത്തേക്ക് വിടുക. വായിലൂടെ വിടേണ്ടത് എങ്ങനെയാണെന്നറിയാമോ നിങ്ങൾ? നമ്മൾ കോട്ടുവായ ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വാ തുറന്ന് വെക്കുക, അതുപോലെ തുറന്ന് വെച്ചോളൂ. എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുകയാണ്, ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട്. സോ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോസസ്സിലൂടെ മൂവ് ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക. കുറച്ചും കൂടെ കുറച്ചും കൂടെ വാ ഓപ്പൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, എത്ര കണ്ട് നിങ്ങൾ വാ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്ര കണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ? ചെറിയ ഓസിലൂടെയാണോ വലിയ ഓസിലൂടെയാണോ കൂടുതൽ വെള്ളം വരിക? വലിയ ഓസിലൂടെയാണ് വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ നമ്മുടെ നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വായിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ. യെസ് ബഷീർ കാലിക്കറ്റ്, യു ആർ ഡൂയിങ് വെരി വെൽ. യെസ്, യു ആർ ഡൂയിങ് വെരി വെൽ. സോ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടാം. യെസ്, യു ആർ ഡൂയിങ് വെരി വെൽ. ഓൾ യു ആർ ഡൂയിങ് വെരി വെൽ. യെസ്, 2-3 പ്രാവശ്യം കൂടെ ദീർഘമായിട്ടുള്ള ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് എടുക്കാം. വായിലൂടെ പുറത്തേക്ക് വിടാം. യെസ് യെസ് യെസ്. ഫീൽ ചെയ്യുക, നിങ്ങളുടെ ബോഡിയെ ഫീൽ ചെയ്യുക. നിങ്ങളുടെ ചിന്തകളുടെ ഭാരം, അതിൻ്റെ ഇമോഷൻസ് കിടക്കുന്ന നിങ്ങളുടെ ബോഡിയിലാണ്. അതുകൊണ്ട് ബോഡിയെ ഫീൽ ചെയ്യുക. ബോഡിയാണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്? യെസ്, പറഞ്ഞു തരുന്നത്. സോ ബോഡീനെ നിങ്ങൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക? യെസ്, മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. വായിലൂടെ സാവധാനം വൈഡ് ഓപ്പൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് വിടുക. ഇനി നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം,
അത് എന്നോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾക്കറിയാം. അത് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളതായിരിക്കാം, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും, നിങ്ങളുടെ ജോലിയിലുള്ള പ്രയാസങ്ങളായിരിക്കും. എന്താണോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം അത് നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുക. അതോടൊപ്പം തന്നെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ ഈ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുക. കാരണം എനിക്കിത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളാണിത് ചെയ്യുന്നത്. സോ ഫീൽ ചെയ്യുക, നിങ്ങളുടെ പ്രശ്നത്തെ ഫീൽ ചെയ്യുക. എത്ര കണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്ര കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. നിങ്ങൾ എപ്പോൾ ഈ പ്രോസസ്സ് നിർത്തുന്നു ആ സമയം നിങ്ങളുടെ ചിന്തയിലാണ്. നിങ്ങൾ ഫീലിംഗ് ലെവലിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, വായിലൂടെ പുറത്തേക്ക് വിടുന്നു. എന്ത് പ്രശ്നമാണോ നിങ്ങൾ അനുഭവിക്കുന്നത് ആ പ്രശ്നത്തിൻ്റെ ഡീപ്പിലേക്ക് പോയിക്കേ. ഡീപ്പിലേക്ക് എന്ത് പ്രശ്നമാണോ നിങ്ങൾ അനുഭവിക്കുന്നത് ആ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതൊരു പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ഭർത്താവിന്, പങ്കാളിക്ക്, ഭാര്യയ്ക്കൊന്നും അറിഞ്ഞോളന്നില്ല, നിങ്ങളുടെ മക്കൾക്ക് അറിഞ്ഞോളന്നില്ല, നിങ്ങളുടെ ബോസിന് അറിഞ്ഞോളന്നില്ല, ആർക്കും അത് അറിഞ്ഞോളാം. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് മാത്രം അറിയുന്നതാണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, വായിലൂടെ പുറത്തേക്ക്. മാക്സിമം ടൈം 4 മിനിറ്റ് സമയമുള്ളൂ. മാക്സിമം നിങ്ങളുടെ ഫീൽ ചെയ്യുക, പുറത്തേക്ക് വിടുക. മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ പുറത്തേക്ക്. ബോഡി കംപ്ലീറ്റ് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ബോഡിയിലുണ്ട് അതിൻ്റെ എനർജി കംപ്ലീറ്റ്. നിങ്ങളുടെ ബോഡിയിൽ തന്നെയാണ് നിങ്ങൾ സപ്രസ് ചെയ്തിട്ടുള്ളത്. അതിനെ റിലീസ് ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് വായിലൂടെ പുറത്തേക്ക് വിടുക. യെസ് മാണി, യെസ് യു ആർ ഡൂയിങ് വെരി വെൽ. യെസ്, അങ്ങനെ തന്നെ ഈ പ്രോസസ്സ് അങ്ങനെ ചെയ്യുക. സുബ്രഹ്മണ്യൻ സർ പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത് കേട്ടോ. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടണം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇപ്പോഴും അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തെയും വെൽക്കം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് എല്ലാവരും എന്താ പറയുക? യെസ്, നിങ്ങളുടെ മൈൻഡ് മാറ്റുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ സമയം വെൽക്കം ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തെയും വെൽക്കം ചെയ്തിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വായിലൂടെ നെഗറ്റീവ് എനർജി ആയിട്ട് പുറത്തേക്ക് അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. മുക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, വായിലൂടെ പുറത്തേക്ക്. മാക്സിമം യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി മൈ ഡിയർ ഫ്രണ്ട്സ്. യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. യെസ്. കണ്ടിന്യൂ. കിട്ടുന്ന സമയം മാക്സിമം യൂസ് ചെയ്യാം. കംപ്ലീറ്റ്ലി. ഇനി ദീർഘമായിട്ടുള്ള ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക്. Yes, Subramanian sir, you are doing very well right now. Yes. Feel relaxed. Relax. Yes. നിങ്ങളുടെ റിലീസായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്ട്രെസ് എല്ലാം റിലീസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരിക. ഈ സമയത്തെല്ലാം നിങ്ങളുടെ നെഞ്ചകത്തകത്തേക്ക് ആ ഒരു സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓട്ടോമാറ്റിക്കലി വാ ഓപ്പൺ ചെയ്തിട്ട് അതങ്ങനെ പുറത്തേക്ക് വിടുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരിക. കാൽപാദങ്ങളിലേക്ക്. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും നിങ്ങളുടെ കാൽപാദങ്ങളിലാണ്. ഇനി നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയെ നിങ്ങളുടെ കാൽമുട്ടിന് കീഴ്പോട്ടുള്ള ഭാഗങ്ങളിലേക്ക് അങ്ങനെ കൊണ്ടുവരിക. നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും നിങ്ങളുടെ അരക്കെട്ടിന് കീഴ്പോട്ടുള്ള ഭാഗങ്ങളിലേക്ക് അങ്ങനെ കൊണ്ടുവരിക. അവിടെയുള്ള മസിലുകളെല്ലാം അയഞ്ഞ് നിങ്ങൾ കൂടുതൽ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും നിങ്ങൾക്കകത്ത് നിന്ന് ആ സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക, റിലീസ് ചെയ്യുക. ഇനിയും നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക്, വയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് അങ്ങനെ പോയിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും നിങ്ങളുടെ പിൻഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള മസിലുകളെല്ലാം അയഞ്ഞ് നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും നിങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക്,
നിങ്ങളുടെ മുഖത്തേക്ക്, നിങ്ങളുടെ തലയിലേക്ക് ആ ഭാഗത്തുള്ള മസിലുകളെല്ലാം അയഞ്ഞ് നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ 10 മുതൽ 0 വരെ കീഴ്പോട്ടേക്ക് എണ്ണുകയാണ്. ഓരോ നമ്പർ കഴിയും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. 10, 9, 8, 7. നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 6, 5, 4, 3. നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 2, 1, 0. നിങ്ങളിപ്പോൾ പൂർണ്ണമായും റിലാക്സേഷനിലാണ്, പൂർണ്ണമായും ശാന്തിയിലാണ്, പൂർണ്ണമായും സമാധാനത്തിലാണ്. ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തിയിട്ടുള്ള അതിനോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കുറച്ച് സമയം നമുക്ക് നൽകാം. ഇനി ഞാൻ 1 മുതൽ 3 വരെ എണ്ണുകയാണ്. 3 എത്തുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും റിലാക്സേഷനിൽ നിന്നും പുറത്തു വരാവുന്നതാണ്. 1. നിങ്ങൾ പൂർണ്ണ സംതൃപ്തിയോടുകൂടി, പൂർണ്ണ നന്ദിയോടുകൂടി നിങ്ങൾ റിലാക്സേഷനിൽ നിന്നും പുറത്തു വരാനിരിക്കുകയാണ്. 2, 3. നിങ്ങൾക്ക് പൂർണ്ണമായും റിലാക്സേഷനിൽ നിന്നും പുറത്തു വരാം. സാവധാനം കണ്ണുകൾ തുറക്കാൻ ആരംഭിക്കാം. ശേഷം കൈകൾ കൂട്ടിത്തിരുമ്പി അതിൻ്റെ ഇളം ചൂട് നിങ്ങളുടെ മുഖത്ത്, കഴുത്തിൽ എല്ലാം തടവും. എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്. എങ്ങനെ ഉണ്ടായിരുന്നു? സ്ട്രെസ് റിലീസ് ആക്കാൻ പറ്റിയോ? ഇപ്പൊ കുറച്ചും കൂടെ ഫീൽ ഗുഡ് തോന്നുന്നുണ്ടോ? Yes, ma'am. Yes. തീർച്ചയായും. Yes, ma'am. Yes, yes, yes. എന്താ പറയേണ്ടത് അറിയില്ല. യെസ്, യെസ്. ഒരുപാട് എന്താണ് thanks. നിങ്ങൾ സാധാരണ എന്താണ് ഫീഡ്ബാക്ക് സെഷൻ ഉണ്ടാവാറുണ്ടോ? എന്താണ് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? എങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. കാരണം എൻ്റെ ഒരു ലൈഫിൻ്റെ ദൗത്യം തന്നെ ഇതാണ്. അതായത് ഞാൻ അനുഭവിച്ച ഈ പ്രശ്നങ്ങളിൽ നിന്ന് വന്ന് ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് മൈൻഡ് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ ലൈഫിൽ വന്നൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. Ma'am, ആരാണ്? thank you for the yes. session. ആ, ടീം thank മെമ്പേഴ്സ് you. നമ്മുടെ ഫീഡ്ബാക്കിംഗ് ടൈം ഒരുപാട് പേര് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിസൾട്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞോളൂ. Magic പെട്ടെന്ന് morning. ഓക്കെ, സിന്ധു മാം. ഞാന് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം തന്നെ, നമുക്ക് ഇതുപോലെ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരുന്നുള്ളത് ഇപ്പൊ എനിക്ക് ഇന്ന് മനസ്സിലായി. സത്യം പറഞ്ഞ എനിക്ക് എന്താ പറയാ, ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോലിയുമായിട്ടുള്ള അങ്ങനത്തെ സ്ട്രെസ് ഒന്നും ഇല്ല. പക്ഷെ ഫിനാൻഷ്യലായിട്ട് ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതാണ് ഞാൻ ചിന്തിച്ചത് മുഴുവൻ അത് ചെയ്യുന്ന സമയത്ത്. പക്ഷെ എന്തോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടം വന്നുപോയി. കാരണം ഞാൻ അറിയാതെ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞുപോയി.
അപ്പോ എന്നാ മനസ്സിൽ വല്ലാത്ത സ്ട്രെസ് വരുന്ന സമയത്ത് ഒരു എക്കിട്ടം പോലെ വരിക, നെഞ്ചിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ഒരു സാധനം ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവാറ്. പക്ഷെ ഇന്നിപ്പോ ഞാൻ പറഞ്ഞ പോലെ വായ തുറന്ന് ആ ഒരു ഇതിനെങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെ നെഞ്ചിനുള്ളിൽ എന്തോ ഒരു നല്ലൊരു സുഖമാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. എന്തായാലും സ്ട്രെസ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിച്ച് ഞാൻ എന്തായാലും ചെയ്യും എന്തായാലും. എനിവേ താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സോ എന്താ മച്ച് സിന്ധു പറയുന്നത് മാം. അറിയുന്നില്ല. ഓക്കെ സിന്ധു മാം, താങ്ക് യു. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ്. ഹുസ്ന മാം, വളരെ സൂപ്പർ സെക്ഷൻ യെസ്. കേട്ടു. മാം പറഞ്ഞ പോലെ സ്ട്രെസ് ഒരു കാര്യം തന്നെ ആയിരുന്നു. പക്ഷെ എനിക്കും ഇതുപോലെ ശരീരത്തിന് ഭയങ്കരമായിട്ട് പെയിൻ വരും ആ ഒരു സമയത്ത്. അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പൊ നമ്മുടെ ബി മാജിക്കിൽ ജോയിൻ ചെയ്ത് ഇപ്പൊ കുറച്ചായി. അതിനുശേഷം ഒന്നും ഇപ്പൊ അങ്ങനെയില്ല. നമുക്ക് അങ്ങനെ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് അതിനെ റിലൈസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്, ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ മാമിന്റെ ഈ ഒരു സെക്ഷൻ വളരെയധികം വ്യത്യസ്തമായിരുന്നു. ഇതുപോലുള്ള ഇനിയും മാമിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് പ്രീത മാം. ദെൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് പറയാം കേട്ടോ. ദിവ്യ മാം. പറഞ്ഞോളൂ. ഇനിയില്ലേ, അത് പിന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് പറഞ്ഞാൽ മതി. ഹലോ മാം, യെസ് നല്ലൊരു യെസ് സെഷൻ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മൈൻഡ് വളരെയധികം എന്താ പറയാ വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നി. അപ്പോ വളരെ നല്ലതായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഇപ്പൊ ബി മാജിക്കിൽ വന്ന് പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ എന്ന് പറയാനില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പൊ നല്ലൊരു സന്തോഷം തോന്നുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു ഹൽക്ക ഫീലിംഗ് തോന്നുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ദിവ്യ. ഓക്കെ, താങ്ക് യു സോ മച്ച് ദിവ്യ മാം. ഹലോ ദെൻ മാം, ഓക്കെ, പറഞ്ഞോളൂ. നല്ലൊരു ഹാപ്പി മൈൻഡായി കിട്ടി. ടെൻഷനൊക്കെ ഫ്രീ ആയി. അതുപോലെ ചെയ്താൽ മതി അല്ലേ? ഓക്കെ. എന്താണ്? ഓക്കെ. ഇനി സ്ട്രെസ് ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ എന്നറിയാം. നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇപ്പം ചില കേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് അങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ മതി, അത്രയും ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ചില കേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഭയം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്വന്തമായിട്ട് സെൽഫായിട്ട് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നോർമലി ഉണ്ടാവുന്ന ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ശ്വസന രീതിയിലൂടെ തന്നെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി അതായത് നമ്മുടെ അടുത്ത് ഇപ്പോൾ വരുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ഭയം കാരണം, അതായത് 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്തോ കണ്ട് പേടിച്ച് ഇന്നും ലൈഫിൽ പ്രശ്നങ്ങളായിട്ട് മൂവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരൊറ്റ തെറാപ്പി ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കംപ്ലീറ്റ് സംഭവങ്ങളും പോകുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളല്ല, നോർമൽ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന എന്ത് ചെയ്യാം, ഈ സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, നമുക്ക് ടൈം. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളെ ഈ കമ്മ്യൂണിറ്റി കഴിഞ്ഞ 5 വർഷമായിട്ട് ഡെയിലി 5.5 മണിക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് കൺസിസ്റ്റന്റ് ആയി. അപ്പം ഇതിൽ സ്ട്രെസ് ഉള്ളൊരു കുറവായിരിക്കും കമ്പയറിങ് അതർ കമ്മ്യൂണിറ്റി. ഡെയിലി റുട്ടീൻ ആയിട്ട് ഇത് നമുക്ക് ഹാബിറ്റ് ആയിപ്പോയി, അഡിക്ഷൻ ആയി. അഡിക്ഷൻ ആയ ടീമാണിത്. താങ്ക് യു മാം, നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ബഷീർ സർ. മണി സർ. മാജിക് മോർണിംഗ്. മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ലൊരു പ്രോസസ് ആണ് ഇന്നുണ്ടായത്. നമ്മളൊന്ന് റിലാക്സ്ഡ് ആയി. എന്ത് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം ഒഴിവായിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഡീപ് ബ്രീത്ത് എടുക്കുക,
ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. അത് ചിലപ്പം വായിൽ ഫുള്ളായി തുറക്കാതെയൊക്കെയാണ് ഉണ്ടാകുക. അതൊരു 2, 3, 4 പ്രാവശ്യം ചെയ്യാണ്. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ പ്രാവശ്യം ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ എഫക്റ്റ് ഉള്ള മാതിരിയാണ് തോന്നിയത്. ഏതായാലും പലപ്പോഴും ജീവിതത്തിൽ എന്തായാലും ചെറിയ ചെറിയ സ്ട്രെസ്സുകളൊക്കെ വരും. അത് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ഇതാണ് സാധാരണ ചെയ്യുക, അല്ലെങ്കിൽ മാനേജ് ചെയ്യുക. എന്ത് പല മെത്തേഡ് കൂടെ ഇതൊരു വേറൊരു ടെക്നിക്കാണ് എന്ന് മാം പറഞ്ഞു തന്നത്. അതിപ്പോൾ ശരിക്കും ഉപകാരപ്പെട്ട ഒരു കേസ് തന്നെയാണ്. ഏതായാലും നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു വെരി മച്ച്. അതായത് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റിലീസ് ആൻഡ് റൈസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു മെത്തേഡാണ്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ, ഇത് എവിടെ നിന്നും എനിക്ക് കിട്ടിയതല്ല കേട്ടോ. ഇത് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമല്ലോ. നമ്മളായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് ഇങ്ങനൊരു സംഗതി ശരിക്കും ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ശരിക്കും. അപ്പം അതാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഷീല മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് മാഡം. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ്. നല്ലൊരു സ്ട്രെസ് മാനേജ്മെന്റിന്റെ ക്ലാസ് ആയിരുന്നു. ഇത്രയും നാള് സ്ട്രെസ് മാനേജ്മെന്റിന്റെ പല ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതേമാതിരിയുള്ള പറഞ്ഞ പോലെയുള്ളൊരു എക്സർസൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു മനസ്സിന് നല്ലൊരു റിലാക്സേഷൻ ആണ്. അപ്പം ഇത് എല്ലാവരുടെയും നിത്യജീവിതത്തിൽ നമുക്കൊരു സ്ട്രെസ് വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണെന്ന് മനസ്സിലായി. മനസ്സിന് നല്ലൊരു റിലീഫ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. സോ നമുക്ക് ടൈം ആയിട്ടുണ്ട്. ഉസ്ന മാം, താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. സോ നമുക്ക് ടീം മെമ്പേഴ്സിന് ഒരുപാട് റിലാക്സ് ആവാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാമിന്റെ ഇതുപോലത്തെ വെറൈറ്റി സെഷനായിട്ട് വീണ്ടും ബിമാൻസിലേക്ക് വരിക. സോ ഉസ്ന മാം, താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ ആൻഡ് ടീം മെമ്പേഴ്സ്. താങ്ക് യു സോ മച്ച് ടു ആൾ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, ma'am. Thank you all. Thank you so much. Thank you all. Thank you all. Thank you, ma'am. Thank you all.